എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ലേൺ ടു കോൺകറിലേക്ക് സ്വാഗതം. പാഠപുസ്തകത്തിലെ പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ബ്രഹ്മസമാജം സ്ഥാപിക്കപ്പെട്ടത് എവിടെ? ബ്രഹ്മസമാജം സ്ഥാപിക്കപ്പെട്ടത് എവിടെ? ബംഗാളിലാണ് ബ്രഹ്മസമാജം സ്ഥാപിക്കപ്പെട്ടത്. ബ്രഹ്മസമാജം സ്ഥാപിക്കപ്പെട്ടത് ബംഗാളിലാണ്. ആരാണ് സ്ഥാപകൻ? രാജാറാം മോഹൻ റോയ് ആണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. രാജാറാം മോഹൻ റോയ് ആണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. ഈ സമൂഹത്തെ ആധുനീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യമായി പ്രവർത്തിച്ച വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ സമൂഹത്തെ ആധുനികീകരിക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് പ്രവർത്തിച്ച വ്യക്തിയാരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എന്തായിട്ട് പറയുന്നു? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് രാജാറാം മോഹൻ റോയ് അറിയപ്പെടുന്നു. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്. ആരാണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്? രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്. അതുകൂടാതെ സതി നിരോധിക്കുന്നതിൽ അദ്ദേഹം തീവ്രമായി പ്രവർത്തിക്കുകയുണ്ടായി. സതി നിരോധിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു. സതി നിരോധനത്തിന് വേണ്ടി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് പ്രസിദ്ധീകരിച്ച പത്രങ്ങളാണ് സംബാദ് കൗമുദി, അതുപോലെ മിറാത്ത് ഉൽ അക്ബർ. രാജാറാം മോഹൻ റോയ് പ്രസിദ്ധീകരിച്ച പത്രങ്ങളാണ് സംബാദ് കൗമുദിയും മിറാത്ത് ഉൽ അക്ബറും. സംബാദ് കൗമുദി ഏത് ഭാഷയിൽ പ്രസിദ്ധീകരിച്ച പത്രമാണ്? ബംഗാളി ഭാഷയിൽ പ്രസിദ്ധീകരിച്ച പത്രമാണ് സംബാദ് കൗമുദി ബംഗാളി ഭാഷ. മിറാത്ത് ഉൽ അക്ബർ പേർഷ്യൻ ഭാഷയിൽ പ്രസിദ്ധീകരിച്ച പത്രമാണ്. പേർഷ്യൻ ഭാഷ. മിറാത്ത് ഉൽ അക്ബർ എന്ന് പറയുന്നത് പേർഷ്യൻ ഭാഷയിൽ പ്രസിദ്ധീകരിച്ച പത്രമാണ്. ഇന്ത്യൻ സമൂഹത്തിന്റെ ആധുനിക വൽക്കരണത്തിനായി വാദിച്ച ആദ്യത്തെ ആളായ രാജാറാം മോഹൻ റോയിയാണ് ബ്രഹ്മസമാജ സ്ഥാപകൻ. ജാതി വ്യവസ്ഥയെ ശക്തമായി എതിർത്ത അദ്ദേഹം സതി നിരോധിക്കുന്നതിനായി പ്രവർത്തിച്ചു. വിവിധ ജാതികളാൽ വിഭജിക്കപ്പെട്ട സമൂഹത്തിന് പകരം ഒരൊറ്റ ഇന്ത്യൻ സമൂഹം എന്ന ആശയം പ്രചരിപ്പിച്ചു. അദ്ദേഹം ബംഗാളി ഭാഷയിൽ പുറത്തിറക്കിയ പത്രമായിരുന്നു സംബാദ് കൗമുദി. മിറാത്തുൽ അക്ബർ എന്ന പത്രം പേർഷ്യൻ ഭാഷയിലായിരുന്നു. സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായി അവർക്ക് സ്വത്തിന്മേൽ അവകാശം വേണമെന്ന് ആവശ്യപ്പെട്ടു. ഇന്ത്യൻ സമൂഹത്തിന്റെ മാറ്റത്തിന് തുടക്കമിട്ട രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവായി അറിയപ്പെടുന്നു. ബ്രിട്ടീഷ് സർക്കാർ ഹിന്ദു പുനർവിവാഹ നിയമം പാസാക്കുന്നതിന് കാരണക്കാരനായ ഇന്ത്യൻ നവോത്ഥാന നായകൻ. ബ്രിട്ടീഷ് സർക്കാർ ഹിന്ദു പുനർവിവാഹ നിയമം പാസാക്കുന്നതിന് കാരണക്കാരനായ ഇന്ത്യൻ നവോത്ഥാന നായകനാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ബംഗാളിൽ പ്രവർത്തിച്ച നവോത്ഥാന നായകനാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഇദ്ദേഹത്തിന്റെ പ്രവർത്തന ഫലമായി 1856 ബ്രിട്ടീഷുകാർ ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കുന്നത്. ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കുന്നത്. ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് 1856 ബ്രിട്ടീഷുകാർ ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കുന്നത്. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി അദ്ദേഹം സ്കൂളുകൾ സ്ഥാപിക്കുകയുണ്ടായി. സ്ത്രീകളുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയുണ്ടായി. അതുപോലെ വിധവകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ശാരദാ സദൻ സ്ഥാപിച്ചതാരാണ്? ശാരദാ സദൻ. വിധവകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ശാരദാ സദൻ സ്ഥാപിച്ചത് പണ്ഡിത രമാബായി ആണ്. പണ്ഡിത രമാബായി. ഇത് ബോംബെയിലാണ്. ശാരദാ സദൻ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ബോംബെയിലാണ്. ബംഗാളിൽ വിധവകളുടെ പുനർവിവാഹത്തിനായി പ്രവർത്തനങ്ങൾ നടത്തിയ വ്യക്തിയാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. അദ്ദേഹത്തിന്റെ പരിശ്രമ ഫലമായി 1856 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കി. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനായി വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചത് പണ്ഡിത രമാബായിയാണ്.
സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ഇ.വി. രാമസ്വാമി നായ്ക്കർ. ഇ.വി. രാമസ്വാമി നായ്ക്കർ. സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഇ.വി. രാമസ്വാമി നായ്ക്കർ. ദേശീയ സമരകാലത്തെ പത്രമായ സുലഭ് സമാചാർ എവിടെ നിന്നാണ് പുറത്തിറങ്ങിയിരുന്നത്? ദേശീയ സമരകാലത്തെ പത്രമായ സുലഭ് സമാചാർ എവിടെ നിന്നാണ് പുറത്തിറങ്ങിയിരുന്നത്? ബംഗാളിൽ നിന്നാണ് സുലഭ് സമാചാർ പുറത്തിറങ്ങിയിരുന്നത്. അമൃത് ബസാർ പത്രിക പുറത്തിറക്കിയ നേതാക്കൾ ആരെല്ലാം? അമൃത് ബസാർ പത്രിക പുറത്തിറക്കിയ നേതാക്കൾ ആരെല്ലാം? ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ്. ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും ചേർന്നാണ് അമൃത് ബസാർ പത്രിക പുറത്തിറക്കിയത്. പ്രാദേശിക പത്രങ്ങൾ ദേശീയത വളർത്തുന്നുവെന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ പ്രാദേശിക ഭാഷാ പത്ര നിയമം പാസാക്കി എന്നാണ് 1878 പ്രാദേശിക ഭാഷാ പത്ര നിയമം പാസാക്കുകയുണ്ടായി. പ്രാദേശിക ഭാഷാ പത്ര നിയമം പാസാക്കുകയുണ്ടായി 1878. എന്തിനു വേണ്ടിയാണ്? പ്രാദേശിക പത്രങ്ങൾ ദേശീയത വളർത്തുന്നു എന്ന് മനസ്സിലാക്കി അതിനെ കടിഞ്ഞാണിടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു പത്ര നിയമം പാസാക്കിയത്. ലിട്ടൺ പ്രഭുവാണ് ഈ ഒരു നിയമം പാസാക്കിയത്. ലിട്ടൺ പ്രഭു. പ്രാദേശിക ഭാഷാ പത്ര നിയമം ലിട്ടൺ പ്രഭുവാണ് പാസാക്കിയത് 1878. ഈ ഒരു നിയമത്തിലൂടെ പ്രാദേശിക ഭാഷയിൽ ഇറങ്ങുന്ന പത്രങ്ങൾക്ക് കർശനമായ നിയന്ത്രണം കൊണ്ടുവരികയുണ്ടായി. പ്രാദേശിക ഭാഷയിൽ ഇറങ്ങുന്ന പത്രങ്ങൾക്ക് കർശനമായ നിയന്ത്രണം കൊണ്ടുവന്ന നിയമമാണ് പ്രാദേശിക ഭാഷാ പത്ര നിയമം 1878. ലിട്ടൺ പ്രഭു. പ്രതിഷേധം കാരണം എന്തു ചെയ്യപ്പെട്ടു? പ്രതിഷേധം കാരണം ഈ ഒരു നിയമം പിൻവലിക്കപ്പെട്ടു. പ്രതിഷേധം കൊണ്ട് ഈ ഒരു നിയമം പിൻവലിക്കപ്പെട്ടു. വർത്തമാന പത്രങ്ങൾ ദേശീയതയെ വളർത്തുന്നത് തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷ് ഗവൺമെന്റ് അവയെ നിയന്ത്രിക്കുന്നതിനായി 1878 പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പാക്കി. ലിട്ടൺ പ്രഭുവാണ് ഈ നിയമം കൊണ്ടുവന്നത്. ഇതിലൂടെ ഇന്ത്യയിൽ പ്രാദേശിക ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. ശക്തമായ പ്രക്ഷോഭത്തെ തുടർന്ന് ഈ നിയമം പിൻവലിക്കേണ്ടി വന്നു. ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.